ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ കണ്ടപ്പോൾ ഒരു വ്യത്യാസം തോന്നിയില്ലേ? അത് തന്നെയാണ് ഞാൻ ഇന്നിവിടെ വരാനുള്ള കാരണവും. പിന്നെ ഇത്രയും പ്രായമായ എൻ്റെ കഥ അറിയാൻ നിങ്ങൾക്കൊരു താല്പര്യമൊക്കെ കാണുമല്ലോ. ഇത്രയും പ്രായം എന്ന് പറഞ്ഞാൽ എത്രയാന്നാ? 52 വയസ്സ്. അതാണ് എൻ്റെ പ്രായം. ആയിരത്തി 1971 റോഡിലോടാൻ തുടങ്ങിയെങ്കിലും ജീവിതത്തിൽ ഒരു രസമൊക്കെ ഉണ്ടായി തുടങ്ങിയത് 25 വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ മുതലാളിയുടെ കയ്യിലെത്തിയതിൽ പിന്നെ. അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ വളരെ സാധാരണമായിരുന്നേ. ക്വാറികളിലെ ഓട്ടവും മറ്റ് സാധാരണ ഓട്ടങ്ങളുമെല്ലാം മാത്രം. അപ്പോഴാണ് എന്നെ ഈ മുതലാളി വാങ്ങിയത്. നമ്മുടെ കയ്യിൽ ഈ വണ്ടി കിട്ടിയിട്ട് 25 കൊല്ലമായി. പഴയ വണ്ടി എടുക്കാനുള്ള സാഹചര്യം ആ കാലത്ത് ഈ പുന്നേക്കാട് കൂപ്പിൽ കഴ വെട്ടവും അവിടെ തടിയുടെ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഷട്ടിലടിച്ച് അവിടെ ഡബ്ബിങ് ഡിപ്പോയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഷട്ടിലടിച്ച് അവിടെ ഇടും. അപ്പോൾ അവിടെ തന്നെ വണ്ടി ഇടും. അവിടെ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഈ മണലിൻ്റെ സീസൺ ഉണ്ടായിരുന്നപ്പോൾ ഈ സൈഡ് ബോഡിയൊക്കെ വെച്ച് മണലിൻ്റെ ഓട്ടം പോകും. പിന്നെ ആളുകൾ വീട് പണിയാൻ നേരത്ത് ഈ ഇഷ്ടിയൊക്കെ കൊണ്ടുവരുന്ന ഓട്ടം കിട്ടും. അങ്ങനെ ഇഷ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അത് ഇപ്പോൾ ഇതൊന്നും ആരും വിളിക്കണില്ല. ഇപ്പോഴൊക്കെ ടിപ്പറുകളും വലിയ വലിയ വണ്ടികളെ വിളിക്കണുള്ളൂ ആളുകൾ. ഇപ്പോൾ ഇതൊന്നും തടിയുടെ ഓട്ടം തന്നെ വിളിക്കലില്ല. എന്നെപ്പോലെ ഒരു കാരണവരെ മേയിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ചിലവുകളൊക്കെ ഉണ്ട്. ഈ പഴയ വണ്ടിക്ക് എന്താ ഇത്രയും ചിലവോ? അങ്ങനെ തോന്നിയാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ആന മെലിഞ്ഞെന്ന് കരുതി തൊഴുത്തി കെട്ടാൻ പറ്റൂ? ഞാൻ ഇവിടുന്ന് ഈ വലിയ വണ്ടികളൊന്നും പോകില്ലാത്തവർക്ക് കുറച്ച് തടി കിടപ്പുണ്ടായിരുന്നു. അത് റാന്നി പോയി കയറ്റി കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുവന്നായിരുന്നു. ബഹുമാനപ്പെട്ട RTOയുടെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവം എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ തടി കയറ്റി പോന്നു. മുമ്പിലേക്കൊന്നും തള്ളി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പുറയിലേക്ക് ഒരു 2 മീറ്റർ തള്ളിയിരിപ്പുണ്ടായിരുന്നു തടി. വണ്ടി അന്ന് ഓടി കിട്ടിയ കാശ് 16,000 രൂപ. പിഴ അടിച്ചേക്കണത് 22,000 രൂപ. അപ്പോൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ഒരു കൊല്ലം 39,500 രൂപ ഇൻഷുറൻസ് അടയ്ക്കണം. ഏതാണ്ട് 20,000 രൂപ ഒരു കോട്ടിൽ 5,000 ചില്ലായിരം രൂപ അതിൻ്റെ ക്ഷേമവൈദ്യ ടാക്സോട് കൂടി 5,000 ചില്ലായിരം രൂപ. അങ്ങനെ 4 കോട്ട് ടാക്സ് അടയ്ക്കണം. പിന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഫീസ്, വഴിക്ക് നീളമുള്ള പോലീസ് ചെക്കിങ്, ഇതൊക്കെ കൊണ്ട് മെയിൻറ്റെയിൻ നടത്ത് കഴിയില്ല. പിന്നെ നമ്മളിത് ഒരു പണിയിലായിട്ട് കൊണ്ടു നടക്കുന്നത് മാത്രം. ഇത്രയുമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും ഇല്ലാത്ത വണ്ടിയാണെന്ന് തോന്നിയോ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. പ്രായം ഇത്രയായാലും എന്നെ കണ്ടാൽ ആർക്കായാലും ഒരു ഫോട്ടോ എടുക്കാൻ തോന്നും. അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ വ്യത്യസ്തതയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലെ ഒരു ഫോട്ടോയിൽ ഒതുങ്ങുന്നതല്ല ഞാൻ. മലയാളത്തിലെ പ്രമുഖ നടന്മാരുടെ കൂടെ എല്ലാം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. റിലീസായതും റിലീസാകാനുള്ളതുമായി ഒരുപാട്. എൻ്റെ കിട്ടിയ ശേഷമാണ് ആദ്യമായിട്ട് ഇത് സിനിമയിൽ വരുന്നത്. ഇത് ആദ്യം പടം വന്ന് താപ്പാന എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു പടം പരുന്തുംപാറ ഷൂട്ട് ചെയ്തു. പരുന്തുംപാറ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-15 പടത്തിൽ മൊത്തം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മേപ്പടിയാൻ, കടുവ, കുറുപ്പിലുണ്ട്. പിന്നെ ആടുജീവിതം ഇറങ്ങിയിട്ടില്ല. പൃഥ്വിരാജിൻ്റെ കാറ്റൈടി മഴ 1 മാസത്തിലുണ്ടായിരുന്ന ഈ വണ്ടി, അത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ചെമ്പൻ വിനോദിൻ്റെ പടം. പിന്നെ ഇപ്പോൾ കുട്ടിക്കാലത്ത് നടന്നുകൊണ്ടിരുന്ന ചെമ്പൻ വിനോദിൻ്റെ ഒരു പടത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജനുവരി 10-ാം തീയതി പോയെന്ന് പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ 2 പടം, ഒന്ന് കട്ടപ്പനയും ഒരു പടം ഇവിടെയും പിടിക്കാൻ കുട്ടിക്കാനത്തും. അങ്ങനെ 2 പടത്തിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് ആയിട്ടുള്ള. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന SC ലോറികളിൽ നിന്നും എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ടാറ്റയുടെ 1210 മോഡൽ എഞ്ചിൻ വരുന്ന ലോറിയാണ് ഞാൻ, 1210D. പിന്നെ എനിക്ക് തൊട്ടു മുൻപുള്ള മോഡലുകൾ ബെൻസും ടാറ്റയും ചേർന്ന് നിർമ്മിച്ചിരുന്നതിനാൽ ബെൻസ് ലോറി എന്നൊരു പേരായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. കൂടുതൽ ആളുകൾ വിളിക്കുന്നതും അതുതന്നെ. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് എൻ്റെ ലോഗോയും മാറ്റി ബെൻസിൻ്റെ ലോഗോ ആക്കിയത്. പിന്നെ മൂക്കൻ ലോറി എന്നും ആളുകളൊക്കെ വിളിക്കാറുണ്ട്. അതിന് കാരണം എൻ്റെ ഈ ഷേപ്പാണ്. ക്യാബിന് മുൻവശത്തേക്ക് എഞ്ചിൻ വരുന്ന മോഡലാണ് ഞാൻ. ബോണറ്റ് ബങ്കാടെന്നും പറയും. പിന്നെ വലിപ്പത്തിൽ ഞാൻ ഈ SC ലോറികളേക്കാൾ അല്പം ചെറുതാണ്. അതുകൊണ്ടെന്താ, എനിക്ക് വലിയ വണ്ടികൾ പോകാത്ത വഴിയിലൂടെയും പോകാൻ കഴിയും. എൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ടാറ്റയുടെ 1210D, അതിൽ ഫ്രണ്ട് ഗ്ലാസ്, ഡബിൾ ഗ്ലാസ് വരുന്ന മോഡലുകൾ വളരെ കുറവാണ്. 1210D ആദ്യകാലങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊരു മോഡൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആദ്യം 58 എങ്ങാണ്ട് ഇറങ്ങിയപ്പോൾ 1210 ഒറ്റ ക്ലാസ് വണ്ടിയാണ്. സിംഗിൾ ക്ലാസ്സാണ് ഈ ഫ്രണ്ടിലെ ക്ലാസ്. അത് കഴിഞ്ഞാണ് ഡബിൾ ക്ലാസ് ആക്കിയത്. ഡിയും
12 ഡബിൾ ക്ലാസ് ഇറക്കിയേക്കുന്നത്. ആദ്യം ഇറങ്ങിയത് സിംഗിൾ ക്ലാസ്സാണ്, ഒറ്റ ക്ലാസ്. പിന്നെ എൻ്റെ എൻജിൻ കണ്ടു, 52 വർഷം കഴിഞ്ഞാലും ഇപ്പോഴും അതേ പവറാ. ആദ്യകാലങ്ങളിൽ ബെൻസ് ആയിരുന്നു ഈ എൻജിൻ നിർമ്മിച്ചിരുന്നത്. 6 സിലിണ്ടർ 5 ലിറ്റർ എൻജിനാണ്, 1 ടൺ HP പവറും ഉണ്ട്. ഇനി എനിക്ക് മാത്രം സ്പെഷ്യലായ ഒരു സംഭവമുണ്ട്. ഈ കുട്ടി ലിവർ കണ്ടോ, ഇതാണ് 4x4 ഡ്രൈവിനുള്ള ഷിഫ്റ്റർ. കാര്യം വർക്കിംഗ് അല്ലെങ്കിലും ഈ സംവിധാനമുള്ള ലോറികൾ നാട്ടിൽ വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. 10 ടണ്ണ് വെച്ച് വലിച്ചിട്ട് കയറിയില്ലെങ്കിൽ ഇതിനൊരു എക്സ്ട്രാ ഫ്രണ്ട് 4x4 ഗിയർ ബോയ്സ് ഇരിപ്പുണ്ട്. ആ ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ പിന്നെ 10 അല്ല 12 ആയാലും പയ്യെ കയറി പൊക്കോളും. അതേമാതിരി വലിച്ചോളും വണ്ടി. അങ്ങനെ ഏത് കയറ്റവും ഞാൻ പുഷ്പം പോലെ കയറും. ഈ ക്യാബിൻ കണ്ടില്ലേ, SC ലോറികളുടെ പോലെ വലിയ ക്യാബിൻ അല്ല, ഇതിന് മുട്ട ക്യാബിൻ എന്നാണ് നാട്ടിൽ പറയാറ്. പിന്നെ ഈ സ്റ്റിയറിംഗ് ഇതുപോലൊന്നും നിങ്ങളിൽ അധികം ആരും കണ്ടു കാണാൻ വഴിയില്ല. പഴയ ആൾക്കാർ വളയം എന്ന് പറയാറില്ലേ, ആ വളയമാണിത്. ഇപ്പോൾ ഇത് പവർ സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഇനിയുമുണ്ട് ഒരുപാട്. ഈ വീൽ നട്ടുകൾ എണ്ണി നോക്കിക്കേ, 8 എണ്ണമല്ലേ ഉള്ളൂ. അത് ഞങ്ങളെപ്പോലുള്ള പഴയ വണ്ടികളുടെ മാത്രം പ്രത്യേകതയാണ്. എൻ്റെ പഴക്കമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, ഇത് റോഡിലിറക്കാൻ പറ്റുമോ, ടെസ്റ്റ് ചെയ്ത് കിട്ടുമോ, പൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ. അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റും പാസ്സായിട്ടാണ് ഞാനിവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് ടെസ്റ്റ് ചെയ്ത് എല്ലാ ഭാഗവും കോതകുളം ജോയിൻ്റ് ആർടിഒയും വെഹിക്കിളൊക്കെ നോക്കി വണ്ടി ഓടിച്ച് നോക്കി സ്പീഡ് ഗവർണർ ഇതെല്ലാം ചെക്ക് ചെയ്ത് വെച്ചാണ് അവർ ടെസ്റ്റ് ചെയ്തത്. ടെസ്റ്റ് ചെയ്യുന്നതിനൊരു പ്രയാസമില്ല. നമ്മൾ വണ്ടി നല്ലോണം പണി ചെയ്ത് കഴുകി പെയിൻ്റ് അടിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവർ വണ്ടി ഓടിച്ച് നോക്കും, സ്പീഡ് ഗവർണർ നോക്കും. 6500 തൊട്ട് GPS പിടിപ്പിക്കുന്നത് എല്ലാം പിടിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് തരും. പിന്നെ പുതിയ പൊളിക്കൽ നിയമത്തിലൊക്കെ ഞാൻ പെടുമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരവും എൻ്റെ മുതലാളി തന്നെ പറയും. പഴയ വണ്ടിയുള്ള താല്പര്യം കൊണ്ടാണ് ഞാനിത് കൊണ്ടു നടക്കുന്നത്. കുറേ കൊല്ലങ്ങളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നു. ഇത് ഇനിയിപ്പോൾ സർക്കാർ നിരോധിച്ചാൽ തന്നെ നല്ലോണം പെയിൻ്റൊക്കെ അടിച്ച് ഇത് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി ഇടുമെന്നുള്ളൂ, അല്ലാണ്ട് പൊളിക്കുകയോ കൊടുക്കുകയോ ചെയ്യില്ല.